ഹായ് ഗൈസ്. ഒരുപാട് നാളായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഫേസ് ടു ഫേസിലൊക്കെ ഇങ്ങനെ നിന്നൊരു നല്ല പ്രോപ്പർ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് നാളായി. സോ ഇന്നെനിക്ക് ചെയ്യണമെന്ന് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത് റീൽസ് ആയിരുന്നു. അതായത് ചെറിയൊരു ഗ്യാപ്പ് എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ചെയ്ത് തുടങ്ങിയത് റീൽസ് ആയിരുന്നു. ഷോർട്സും റീൽസൊക്കെയാണ് കൂടുതലും ചെയ്തത്, പ്രത്യേകിച്ച് ഫുഡ് വ്ളോഗ്സിൻ്റെ. സോ ബേസിക്കലി എന്തിനാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ, കാരണം എന്നെ പണ്ട് ഫോളോ ചെയ്തുകൊണ്ടിരുന്നവർക്ക് അറിയാൻ പറ്റും, വീഡിയോസായിരിക്കും ഞാൻ കൂടുതലന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് റീലും ഷോർട്സും പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ ഉണ്ടായിരുന്നത് വീഡിയോസാണ്. വീഡിയോസിൻ്റെ ലെങ്ത് കുറച്ചിട്ട് വെർട്ടിക്കലി ഷൂട്ട് ചെയ്തിട്ടൊക്കെ ആയിരുന്നു അന്ന് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ഷോർട്സായി. അപ്പം ഇപ്പം കുറച്ച് ബ്രേക്ക് എടുത്തതിന് ശേഷം എനിക്ക് തോന്നി ഇതിൻ്റെ ഒരു മെക്കാനിസം, കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് കാണാൻ ആഗ്രഹിക്കുന്നത് വളരെ കുറച്ച് മിനിറ്റ്സ്, വിത്തിൻ മാക്സിമം ഒരു 1 മിനിറ്റിനുള്ളിൽ തന്നെ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ, കണ്ടന്റ് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതായിരിക്കും അവർക്ക് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് തോന്നി. അപ്പോൾ അതാണ് എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കും കുറച്ചും കൂടി അതാണ് ബെറ്റർ എന്ന് തോന്നി. അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തു തുടങ്ങി. പക്ഷേ എനിക്കെപ്പോഴും ആൾക്കാരോട് ഇങ്ങനെ എൻ്റെ ഇപ്പം ഞാൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കണമെന്നുണ്ട്. കാരണം ആകെപ്പാടെ കാണാൻ 7-3 ആൾക്കാരുണ്ടെങ്കിലും നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി, നമ്മുടെ മാത്രമായിട്ടുള്ളൊരു കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ കുറച്ച് അധികം നല്ല ക്വാളിറ്റി ആയിരിക്കണം എന്ന് എനിക്കുണ്ട്. ഞാൻ എപ്പോഴും ക്വാണ്ടിറ്റി നോക്കാറില്ല. എത്ര വീഡിയോസ് ഇടാറുണ്ട്, ആഴ്ചയിൽ എത്ര വീഡിയോസ്, മന്ത്ലി എത്ര വീഡിയോസ് ഒന്നും ഞാൻ നോക്കാറില്ല. ക്വാണ്ടിറ്റിയാണ് നോക്കുന്നത്. എൻ്റെ ഒരു ഇനിയും വീഡിയോസ് കിടപ്പുണ്ട്, പക്ഷെ എനിക്കതിനകത്തൊന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം കാരണം അറിയാം, ഇപ്പോൾ ക്വാണ്ടിറ്റി നമ്മൾ നോക്കിയില്ലെങ്കിൽ ക്വാണ്ടിറ്റി നോക്കണം. കാരണം അൽഗോരിതം എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് ഇൻസ്റ്റാഗ്രാമിലുണ്ട്, യൂട്യൂബിലുണ്ട്. അപ്പം ഇത് രണ്ടും നോക്കാണ്ട്, നമ്മൾ ക്വാണ്ടിറ്റി നോക്കാണ്ട് അൽഗോരിതം ഒന്നും നോക്കാണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇൻറ്റൻഷ്യലി തന്നെ അവർ നമ്മുടെ വീഡിയോസെല്ലാം കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്യത്തില്ല. ഓർഗാനിക് റീച്ചും കാര്യങ്ങളൊന്നും നല്ല രീതിക്ക് കുറയ്ക്കും. ലിങ്ക്സ് ഉണ്ടെങ്കിൽ മാത്രം, ലിങ്ക്സ് വഴി നിങ്ങൾ കയറി കഴിഞ്ഞാൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ രീതിക്കായിരിക്കും പരിപാടി പോകണേ. അപ്പോൾ അതെനിക്കറിയാം. എന്നിട്ട് ഞാൻ കുറച്ച് നല്ല ക്വാളിറ്റി മേക്ക് ചെയ്യാനാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഞാൻ റിയൽ ലൈഫിൽ ഇതുപോലത്തെ ഒരു റിയൽ ടോക്ക് ആയിരിക്കും കൂടുതലും വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഞാൻ ഒരു റീലിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഞാൻ ഒരു ടൈം വരുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ടുള്ള ബാക്ക് ടു ട്രാക്ക് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഇടും എന്ന്. സോ this is the time. So now I am fully focused on my vloggings and all. So basically once again welcome back to my channel. പിന്നെ ഞാൻ കൂടുതലും നോക്കുന്നത് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സാണ്. അപ്പോൾ കൂടുതൽ ഇവിടെ ഞാൻ വന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു, അങ്ങനെ ചെയ്യാൻ പോകുന്നു പറഞ്ഞ് വെറുപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബേസിക്കലി ദാറ്റ്സ് ഇറ്റ്. സോ അത്രേ ഉള്ളൂ. വളരെ കുറച്ച് മിനിറ്റ് കൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്തത്. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. നമുക്ക് അടിച്ചു പൊളിക്കാം. ബൈ. അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ കാണാം. ബൈ ഗൈസ്. ബൈ ബൈ ബൈ.